ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പഴംപൊരി ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ കാണില്ലല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പേര് പഴംപൊരി എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്, പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം ഇത് വാഴയ്ക്കപ്പമാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ തിരുവനന്തപുരംകാരുടെ വാഴയ്ക്കപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പഴംപൊരി തയ്യാറാക്കാനായി ആദ്യം അതിൻ്റെ മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായി ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ആയിരിക്കണം. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കില്ലേ, ആ മാവാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും 1 നുള്ളു ഉപ്പ് ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 1 നുള്ളു ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ആയാലും ചേർത്ത് കൊടുക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിലും താഴെ മതി. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ഇഡലി മാവ് ചേർത്ത് കൊടുക്കാം. നല്ല പുളിച്ച മാവായിരിക്കണം. ഇഡലി മാവ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പമാവ് പുളിച്ചതായാലും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷെ അതിനൊരു ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവൂ. അതിന് വേണ്ടിയിട്ട് ഇത് ചേർക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. മാവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഒരു 1/4 ടീസ്പൂണിലും താഴെ മതിയാവും. എല്ലാം ഈവൺ ആയിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കളയരുത്. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടുകയുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് പഴം മുറിച്ചെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പഴമാണ് ഞാനിവിടെ എത്തിക്കുന്നത്. നല്ല പഴുത്ത പഴവും ആവരുത്. അതിന് കറക്റ്റ് പാകത്തിനുള്ള പഴം എടുത്താൽ മാത്രമേ നമുക്ക് പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ അതൊരുമാതിരി കുഴന്നായി പോകും. അങ്ങനത്തെ പഴമൊന്നും എടുക്കരുത്. പഴത്തിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൊലി ഇതുപോലെ ഇളക്കിയെടുക്കാം. ഈ പഴം നമ്മൾ ഈ മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ 2 ആയിട്ട് കട്ട് ചെയ്യുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 2 ആയിട്ട് കട്ട് ചെയ്യുന്നത്. രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നെടുകെ കീറി കൊടുക്കുക. അങ്ങനെ ഓരോ സ്ലൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. പഴത്തിൻ്റെ വണ്ണം അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ 4 സ്ലൈസ് കിട്ടും, അല്ലെങ്കിൽ 3 സ്ലൈസ് കിട്ടും.
നേന്ത്രപ്പഴം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റീഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലെ അത് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ലൈസ് പഴം എടുത്ത് ആ മാവിലേക്ക് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ലൈസ് പഴം എടുത്ത് ആ മാവിലേക്ക് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ സ്ലൈസും മാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡ് വെന്ത ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക. പഴംപൊരി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ പറഞ്ഞത്. പഴംപൊരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള സ്ലൈസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും പഴംപൊരി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.